ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെർബൽ ഫേസ് പാക്കാണ്. അതിനായി നമുക്കിവിടെ ആവശ്യമായി വരുന്ന സാധനങ്ങൾ ചൈന ഗ്രാസ്, ആര്യവേപ്പിൻ്റെ ഇല, ശംഖുപുഷ്പം, അലോവേര ജെല്ല്, പിന്നെ ഫ്ലാക്സ് സീഡ് 2 ടീസ്പൂൺ, അലോവേര ജെല്ല് 2 ലീഫിൻ്റെ പൾപ്പ് എടുത്തത്, പിന്നെ ആര്യവേപ്പിൻ്റെ ഇല അത് കഴുകി വെള്ളം വാർത്തെടുത്തതാണ്, ശംഖുപുഷ്പം, അലോവേര ജെല്ല് നല്ല രീതിയിൽ കഴുകിയെടുക്കണം തണുത്ത വെള്ളത്തിൽ. അതിലൊരു പശയുണ്ട്, അത് നമ്മുടെ സ്കിന്നിന് അലർജി ഉണ്ടാക്കും. അപ്പോൾ 1 മണിക്കൂർ നേരമെങ്കിലും അലോവേര ജെല്ല് വെള്ളത്തിലിട്ട് വയ്ക്കണം. ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും അലോവേര ജെല്ല് പൾപ്പ് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇത് ആവശ്യമായി വരുന്നത് ഈ ഫ്ലാക്സ് സീഡ് 2 കപ്പ് വെള്ളത്തിൽ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് 2 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് ഇട്ടിട്ട് ഗ്യാസ് ഓണാക്കി നല്ല രീതിയിൽ അതൊന്ന് നമ്മുടെ ഒരു പഞ്ചസാര ലായനിയുടെ ലെവല്, ആ ഒരു ലെവലിൽ എത്തുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ഒരു ലെവലിൽ അത് നമുക്ക് ആവശ്യം. അത് മീഡിയം ലെവലിൽ ഫ്ലെയിം ഇട്ട് വെച്ച് നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതേപോലെ തിളച്ച് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ തിളച്ച് വന്ന് അതൊരു പഞ്ചസാര ലായനിയിൽ നമുക്കതിങ്ങനെ നൂല് പാകം എന്ന് പറയില്ല, ആ പാകമാകുമ്പോൾ ഗ്യാസ് ഓഫാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് അലോവേര ജെല്ലിടുക, പിന്നെ നമ്മുടെ ശംഖുപുഷ്പം, അത് കഴിഞ്ഞ് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല, അത് കഴിഞ്ഞ് നമ്മൾ മറ്റേ ഫ്ലാക്സ് സീഡിൻ്റെ ആ മിശ്രിതമില്ലേ, ഫ്ലാക്സ് സീഡിൻ്റെ മിശ്രിതം അതും ഇതിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. ഇത് നമ്മൾ ഒന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റാവുന്ന രീതിയിൽ അരച്ചെടുക്കുക. അത് അരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു ബൗൾ വെച്ചിട്ട് ബൗളിലേക്ക് അത് മാറ്റാം. അതായത് ഇത് നല്ല രീതിയിൽ അരച്ചെടുക്കുക. അതായത് നമുക്കതിൽ നിന്ന് പിഴിഞ്ഞെടുക്കണം അതിൻ്റെ സത്ത്, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ വെച്ച് അതിലൊരു വെള്ള തോർത്തുമുണ്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു കോട്ടൻ്റെ തുണിയായാലും വെക്കാം. എന്നിട്ട് ഈ അരച്ച മിശ്രിതം അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അത് പിഴിഞ്ഞെടുക്കണം. അത് നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ട് അപ്പം നമുക്കൊരു ജെല്ല് രൂപത്തിൽ തന്നെ കിട്ടുക. എന്നാലത് നമുക്ക് മേടിക്കുമ്പോൾ നമ്മുടെ അലോവേര ജെല്ലൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ജെല്ല് ഭാഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൈന ഗ്രാസ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഈ മിശ്രിതം, ഈ ലൈനി നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കുക. ഈ ലൈനിലേക്ക് ചൈന ഗ്രാസ് ഇടാം. ചൈന ഗ്രാസ് നമുക്കൊരു ജെല്ല് രൂപത്തിൽ ആകാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു ഫുഡ് ഐറ്റമാണ്. നമുക്ക് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ടാൽ അറിയാം, നമ്മളൊരു പുഡിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഈ ചൈന ഗ്രാസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ജെല്ല് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൈന ഗ്രാസ് യൂസ് ചെയ്യണത്. അതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ലഭിക്കുന്നതാണ്. ഇത് നല്ല രീതിയിൽ മെൽറ്റാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കതൊരു ജെല്ല് രൂപത്തിൽ കിട്ടും. ഇത് നല്ല രീതിയിൽ മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മണിക്കൂർ നേരത്തിന് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ അത് നമുക്കൊരു ജെല്ല് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജെല്ല് രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ അവിടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് സൗകര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമുക്കൊരു 1 വീക്കാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വീണ്ടും നമ്മളിത് ഉണ്ടാക്കണം. എന്താ വെച്ചാൽ നമ്മളിതിൽ കെമിക്കലൊന്നും വേറെ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് യൂസ് ചെയ്യണം. ഇത് നല്ല രീതിയിൽ മെൽറ്റായി വരുന്നുണ്ട്. മാക്സിമം
1.5 ആഴ്ച. ഇതിലും കൂടുതൽ നമുക്ക് ഫ്രിഡ്ജിലായാലും വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്, ഹെർബലാണ്, നമ്മൾ വേറെ കെമിക്കലൊന്നും ഇതിൽ യൂസ് ചെയ്യണില്ലല്ലോ. ഫ്രിഡ്ജിൽ 1.5 ആഴ്ച വെച്ച് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നല്ല രീതിയിൽ മെൽറ്റായി വരുന്നുണ്ട്. ഇത് ആ ചൈനീസ് ഗ്രാസ് നല്ല രീതിയിൽ മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കി അത് തണുപ്പിക്കാൻ ഫ്രീസറിൽ വയ്ക്കാം. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ജെല്ല് രൂപത്തിലാണ് കിട്ടുക. അലോവേര ജെല്ല് എടുക്കുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അതിൻ്റെ ആ പശ കളയണം. പിന്നെ ഒരു 10 പ്രാവശ്യമെങ്കിലും തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണം കേട്ടോ പൾപ്പ്. എന്താ വെച്ചാൽ അത് സ്കിന്നിന് അലർജി ഉണ്ടാക്കും. അതുകൊണ്ടാണ് അതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം. ഒരു 10 പ്രാവശ്യമെങ്കിലും പൾപ്പ് കഴുകി എടുക്കണം. ചൈന ഗ്രാസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചൈന ഗ്രാസ് നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. നമുക്ക് ആ ഒരു ലെവൽ മനസ്സിലായി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളതൊരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് അത് ഫ്രീസ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇനി ഫേസിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഇത് ഒരാഴ്ച 1.5 ആഴ്ച അത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് യൂസ് ചെയ്യാൻ 1.5 ആഴ്ചക്കുള്ള ഇനി ഇതുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കണം. ഇതിൻ്റെ ഇപ്പോൾ ഈ കളറ് കിട്ടാൻ കാരണം ശംഖുപുഷ്പവും ആര്യവേപ്പിൻ്റെ ഇലയുടെ ഗ്രീൻ കളറും കൂടിയിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു കളറ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതൊരു ചെറിയൊരു ബൗളിലേക്ക് ഒരു ഇത്തിരി കൂടി വലിയൊരു ബൗളിലേക്കും ഉള്ള അത്ര അളവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ഇതിൽ കെമിക്കലൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു 1.5 ആഴ്ച മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ബൈ അഞ്ജലി.